Our next topic is half-range series. Now, we have already seen that a function f of x can be expanded as a Fourier series. Fourier series എന്ന് പറയുമ്പോൾ ജനറലി അതിനകത്ത് കോൺസ്റ്റൻറ്റ് ദെൻ എ എൻ കോസ് എൻ ബൈ എക്സ് ബൈ എൽ സൈൻ എൻ ബൈ എക്സ് എൽ ഈ രണ്ട് ടൈപ്പ് ടേംസ് ആണ് ഉണ്ടാവുന്നത്. That when a n and a0 are zeros, when f of x is odd, നമ്മൾ നേരത്തെ കണ്ടതാണ്. അവിടെ എഫ് ഓഫ് എക്സ് ഓഡ് ആണെങ്കിൽ ആൻഡ് ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ഇൻ -L to L ആണെങ്കിൽ ദെൻ എ എൻ ഈക്വൽ ടു 0, a0 ഈക്വൽ ടു 0, ദെൻ ദ Fourier series becomes only this part. Then that series contains only sine terms. അത്തരത്തിലുള്ള സീരീസിനാണ് ഫുറിയർ സൈൻ സീരീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു ഹാഫ് റേഞ്ച് സീരീസ് ആണ്. അതേപോലെ വെൻ എഫ് ഓഫ് എക്സ് ഈസ് ഈവൻ ആണെങ്കിൽ ദെൻ എ നോട്ട് ഉണ്ടാവും, എ എൻ ഉണ്ടാവും, ദെൻ ബി എൻ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ദ ഫുറിയർ സീരീസ് കണ്ടെയ്ൻസ് ഓൺലി ദിസ് പാർട്ട് എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എ എൻ കോസ് എൻ ബൈ എക്സ് ബൈ എൽ. ഈ പാർട്ട് ഉണ്ടാവും, ഈ പാർട്ട് ഉണ്ടാവില്ല. Then that series contains only cosine terms, and that series is again a half range series, especially half range cosine series. അപ്പോൾ ഇതൊരു ജനറൽ ഫംഗ്ഷൻ ഓഡ് അല്ലെങ്കിൽ ഈവൻ ആകുമ്പോൾ വരുന്ന സിറ്റുവേഷൻസ് ആണ്. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ഇൻ ഇൻ്റർവൽ 0 to L ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വി ക്യാൻ എക്സ്പാൻഡ് ദിസ് ആസ് എ ഫുറിയർ കൊസൈൻ സീരീസ് ഓർ ഫുറിയർ സൈൻ സീരീസ്. രണ്ടിനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ദിസ് ഈസ് എ ഫംഗ്ഷൻ ഗിവൺ ഇൻ 0L, we can extend that function in -L to L. Suppose f of x is a given function, we define g of x in -L to L by g of x എന്നുള്ളത് f of negative. We can extend the function f of x to the interval -L to L by defining first case when g of x equal to f of negative x in the interval -L to 0. നമുക്ക് പുതുതായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരുന്ന ഈ റീജിയനിലാണ്. അത് എഫ് ഓഫ് നെഗറ്റീവ് എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്താൽ അവിടെ വരാൻ പോകുന്ന ഗ്രാഫ് ഇതേ ഗ്രാഫ് തന്നെ അതേ ഹൈറ്റുകൾ തന്നെ ഇവിടെ വരും. ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻ ദ ഗിവൺ ഇൻ്റർവൽ. ഇവിടെ ഫംഗ്ഷന് യാതൊരു മാറ്റവുമില്ല. ഈ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ ദിസ് ജി ഓഫ് എക്സ് ബിക്കംസ് എൻ ഈവൻ ഫംഗ്ഷൻ ആവുകയും ജി ഓഫ് എക്സിൻ്റെ ഫുറിയർ സീരീസ് കണ്ടെയ്ൻസ് ഓൺലി കൊസൈൻ ടേംസ് ആവുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ഫോർമുല അതനുസരിച്ച് മാറ്റം വരികയും ചെയ്യും. അതേസമയം വെൻ ജി ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് as negative f of negative x in the first interval -L to 0 and equal to f of x in the given interval 0 to L. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഭാഗം മാറി ഇതേപോലൊരു ഗ്രാഫ് ആവുന്നു. Then the new function, this g of x becomes an odd function. Then the corresponding Fourier series of this function contain only sine terms. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓഡ് ഈവൻ ഫംഗ്ഷൻ ആവുകയും കറസ്പോണ്ടിങ് ഫുറിയർ സീരീസ് ബിക്കംസ് ഹാഫ് റേഞ്ച് സീരീസ് ഓൺലി. അപ്പം നമ്മൾ ഈ 0 to L മാത്രം പിന്നീട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് ആവുകയും ആൻഡ് ദ ഫുറിയർ സീരീസ് ഓഫ് ജി ഓഫ് എക്സ് ബിക്കംസ് ഫുറിയർ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ആവുകയും ഇൻ ദിസ് ഇൻ്റർവെൽ. അപ്പോൾ അതാണ് അതിനുള്ള ഐഡിയ. ഞാൻ അതിൻ്റെ ഫോർമുല മാത്രം സ്പെഷ്യലായിട്ട് എഴുതുമ്പോൾ അവിടെ ഫുറിയർ സീരീസ് കൊസൈൻ സീരീസ് ആകുമ്പോൾ എ നോട്ട് എ എൻ അവർക്ക് ഫോർമുല ഉണ്ടാവും. ഫുറിയർ സൈൻ സീരീസ് ആകുമ്പോൾ ബി എന്നിന് മാത്രം ഫോർമുല ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചാണ് ആ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ഞാൻ അതിൻ്റെ ഫോർമുലയിലേക്ക് നേരിട്ട് പോയാൽ ഇവിടെ ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് ഞാൻ പറഞ്ഞു, അത് ജി ഓഫ് എക്സ് എന്നുള്ളത് എക്സ്പാൻഷൻ ഓഫ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എ ഈവൻ ഫംഗ്ഷനാണ്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഫുറിയർ സീരീസ് എക്സ്പാൻഷനിൽ കണ്ടെയ്ൻസ് ഓൺലി കൊസൈൻ ടേംസ് ആണ്. അപ്പോൾ ആ സീരീസ് തന്നെയാണ് ഇവിടുത്തെ ഫുറിയർ കൊസൈൻ സീരീസ് എന്ന് പറയുന്നത്. അത് കൺവേർജിങ് ടു ദിസ് ആവറേജ് ഓഫ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ഓഫ് ഫംഗ്ഷൻ വേർ എ നോട്ട് അവിടെ 2/L
ഇൻ്റഗ്രൽ ഫ്രം മൈനസ് എൽ ടു ജി ഓഫ് എക്സ് ടു ഡി എക്സ് എന്നുള്ളത് അവിടെ ജി ഓഫ് എക്സ് ഈവൻ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് എ നോട്ട് ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ ഫ്രം 0 ടു എൽ ജി ഓഫ് എക്സ് ആ റേഞ്ചിൽ 0 ടു എല്ലിൽ ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് ആവുകയും ഈ ഫോമുല എടുക്കുകയും ചെയ്യും. സിമിലർലി ഫോമുല ഫോർ എ എൻ ഈസ് 2/L ഇൻ്റഗ്രൽ ഫ്രം 0 ടു എൽ എഫ് ഓഫ് എക്സ് കോസ് n by x by L dx. Then half range sine series is given by this one. അവിടെയും ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിട്ടാണ്. ദെൻ എ നോട്ട് എ എൻ സീറോസ് ആണ്. ദെൻ ബി എൻ 2/L ഇൻ്റഗ്രൽ ഫ്രം 0 ടു എൽ എഫ് ഓഫ് എക്സ് സൈൻ n by x by L dx ആൻഡ് ദ ഫുറിയർ സൈൻ സീരീസ് ഈ സിഗ്മ ബി എൻ സൈൻ n by x by L. അവിടെ സിഗ്മ ഇൻ്റഗ്രൽ ഫ്രം സിഗ്മ ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണ്. അത് പ്രത്യേകിച്ച് ഓരോ സ്ഥലത്തും എഴുതാത്തത് അത് ഫിക്സഡ് വേരിയേഷൻ ആയതുകൊണ്ടാണ്. Okay, next consider a question. Now consider this question. Find a half range Fourier cosine series of function f of x equal to 0 equal to x square in 0 pi. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 0 പൈയിലാണ് ഗീവൺ ഫംഗ്ഷൻ ഉള്ളത്. നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുന്നത് -π ടു +πയിലാണ്, അല്ലെങ്കിൽ ഇവിടെ L ഈക്വൽ ടു പൈ എന്നാണ് എടുക്കേണ്ടത്. ദെൻ ദ കറസ്പോണ്ട് ഫുറിയർ കൊസൈൻ സീരീസ് ആണ്. അപ്പോൾ അതിനകത്ത് a0/2 പ്ലസ് സിഗ്മ എ എൻ കോസ് n പൈ എക്സ് ബൈ എൽ എന്നുള്ളതിൽ പൈയും എല്ലും ക്യാൻസൽ ചെയ്തിട്ട് nx ഉണ്ടാവും. എ നോട്ടൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ഫോമുല ഉണ്ടാവും. അപ്പോൾ ഇവിടെ എ നോട്ട് ഈക്വൽ ടു നമുക്ക് 2/L വരും 2/π ഫ്രം 0 ടു പൈ എഫ് ഓഫ് എക്സ് എന്നുള്ളത് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. അത് 2/π x³ ഫ്രം 0 ടു പൈ ദാറ്റ് ബിക്കംസ് π³ ആണ്. ഓർ 2/3 പൈ സ്ക്വയർ എന്നാണ് എ നോട്ട്. 2/3 പൈ സ്ക്വയർ അതാണ് എ നോട്ട്. ദെൻ സിമിലർലി എ എൻ ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ ഫ്രം 0 ടു പൈ x² ഇൻറ്റു കോസ് n പൈ എക്സ് ബൈ എൽ എന്നുള്ളത് nx dx എന്നാവും. അത് 2/π എന്നാവും ഇവിടെ 2/L പകരം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു -1 റേസ് ടു n/n² എന്നാവും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ദെൻ ഫുറിയർ സീരീസ് എഫ് ഓഫ് എക്സ്, ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ഈസ് കണ്ടിന്യൂസ് ഇൻ ദിസ് ഇൻ്റർവെൽ. സോ വി ക്യാൻ റൈറ്റ് ദ സീരീസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദറ്റ് സീരീസ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2 എന്നുള്ളത് 2/3 പൈ സ്ക്വയർ ആണ്. അത് ഇപ്പോൾ π² 3 പ്ലസ് സിഗ്മ എ എൻ എന്ന് പറയുന്നത് 4 ഇൻറ്റു -1 റേസ് ടു n/n² കോസ് nx. ഇതാണല്ലോ നമ്മുടെ ഫുറിയർ സീരീസ്. അത് ഈ സിറ്റുവേഷനിൽ ഇത് വരും ഈക്വൽ ടു π² പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ആണ്. അവിടെ 4 ഒരു കോമൺ ഫാക്ടറായിട്ട് വരും. 4 ഇൻറ്റു വെൻ n ഈക്വൽ ടു 1 ദിസ് ഇസ് -1/1² കോസ് n പൈ കോസ് 1x എന്ന് വരും. ഓർ -1/1² കോസ് എക്സ്. ദെൻ അടുത്തത് പോസിറ്റീവ് വരും, ഇത് നെഗറ്റീവാണ്. അടുത്തത് കോസ് 2x/2² വരും. നെക്സ്റ്റ് നെഗറ്റീവ് 1/3² കോസ് 3x പ്ലസ് കോസ് 4x/4² മൈനസ് എക്സെട്ര. ആൻഡ് ദാറ്റ് സീരീസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് അറ്റ് എൻ ഇൻറ്റേർണൽ പോയിൻ്റ് ഓഫ് ദിസ് ഇൻ്റർവെൽ 0 പൈ. അപ്പോൾ ഇതിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² എന്ന് തന്നെ എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുറിയർ സീരീസ് എക്സ്പാൻഷൻ. അവിടെ റെഡ്യൂസ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഇതാണ് 1 - 1/2² പ്ലസ് എക്സെട്ര എന്നുള്ളത്. ആ വാല്യൂസ് കിട്ടാൻ വെൻ x ഈക്വൽ ടു 0 അതാണ് ഏറ്റവും പലപ്പോഴും കിട്ടാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. വെൻ x ഈക്വൽ ടു 0 ഇവിടെ cos x cos 0 cos 2x cos 2 0 2 അറ്റ് ഓൾ ടൈംസ് ഇവിടെ cos x cos 2x എല്ലാം 1 ആണ്. ഇവിടെയുള്ള ഓൾട്ടർനേറ്റിംഗ് നെഗറ്റീവ് പോസിറ്റീവ് അവിടെ ഉണ്ടാവും. ദെൻ സോ വെൻ x ഈക്വൽ ടു 0 ദിസ് പാർട്ട് ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 തന്നെ കൊടുക്കാം. 0 ഈക്വൽ ടു ഇത് 0 ആണ്. ഇവിടെ പൈ
സ്ക്വയർ ബൈ 3. ഇവിടെ ഒരു നെഗറ്റീവ് ടേംസ് വെളിയിലെടുത്താൽ -4 പിന്നെ നെഗറ്റീവ് പോയി കോസ് 1 ഇവിടെ ഒരു നെഗറ്റീവ് വെളിയിലെടുത്തപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും കോസ് 2x/1/2 സ്ക്വയർ. അപ്പോൾ 1/2 സ്ക്വയർ, നെക്സ്റ്റ് 1/3 സ്ക്വയർ, -1/4 സ്ക്വയർ പ്ലസ് എക്സെട്രയാണ്. ഇതിൽ നിന്നും π²/3 = 4 എന്നും ഓർ π²/12 = 1 - 1/2 സ്ക്വയർ ഈ റിസൾട്ട് ഇവിടെ നിന്ന് റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഫസ്റ്റ് റിസൾട്ട് കിട്ടാനുള്ളത്. ഇനി അടുത്ത റിസൾട്ട് 1 + 1/2 സ്ക്വയർ പ്ലസ് എക്സ്ട്രാ. എല്ലാ ടേംസും പോസിറ്റീവാണ്. അത് ഇവിടെ x = π കോസ് π അത് -1, അടുത്ത കോസ് 2π എന്ന് പറയുന്നത് +1. അപ്പോൾ അത് നെഗറ്റീവ് പോസിറ്റീവ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഈ ടേംസൊക്കെ ഇതെല്ലാം പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് വരും. സോ അറ്റ് ദാറ്റ് പോയിന്റ് x = π ദിസ് സീരീസ് ഈസ് കൺവേർജിങ് ടു ഇവിടുത്തെ റൈറ്റ് സൈഡിലെ പൈയുടെ ലെഫ്റ്റ് ലിമിറ്റാണ് അവിടെ കൺവേർജിങ് വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് ഓഫ് പൈ മൈനസ് അതാണ് ഈക്വൽ ടു π²/3. അവിടെ നമുക്ക് മൈനസ് അല്ലെങ്കിൽ +4 വെളിയിലേക്ക് നിർത്തിയാൽ ഇവിടെ കോസ് പൈ എന്നുള്ളത് -1 ആണ്. ഈ നെഗറ്റീവ് ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പോൾ അവിടെ +1 വരും. അടുത്തത് കോസ് 2x/2 സ്ക്വയർ എന്നുള്ളത് അറ്റ് പൈയിൽ ദാറ്റ് ഈസ് 1/2 സ്ക്വയർ ആണ്, പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് എക്സെട്ര വരും. ആൻഡ് എഫ് ഓഫ് പൈ മൈനസ് പൈ എഫ് ഓഫ് എക്സ് അറ്റ് ദിസ് പോയിന്റ് ഈസ് x² ആണ്. അപ്പോൾ അത് π² പോകുന്നത്. സോ ഇത് π² എന്ന് വരും ഇവിടെ. അപ്പോൾ π² മൈനസ് π²/3 എന്നുള്ളത് 3π² മൈനസ് π² ആണ്, അല്ലെ 2π²/3 ഈക്വൽ ടു ദിസ് എക്സ്പ്രഷൻ വരും. ആ 4 ഇവിടെ വരുമ്പോൾ നമുക്ക് 2/4 × 3 12 π² ഈക്വൽ ടു 1 + 1/2 സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. അതിൽ നമുക്ക് ഇവിടെ 2 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ റിസൾട്ട് തന്നെ π²/6 ഈക്വൽ ടു ഈ പറയുന്ന മെയിൻ 1 + 1/2 സ്ക്വയർ പ്ലസ് 1/3 സ്ക്വയർ എന്ന റിസൾട്ട് നമുക്ക്. Now consider another question. If f of x equal to x in the interval 0 to π/2, then equal to π minus x in the interval π/2 to π ഈ ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ അത് ഏതാണ്ട് ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഗ്രാഫ് ഒന്നും നിങ്ങൾ വരയ്ക്കണമെന്നില്ല. ദെൻ ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു സീരീസ് ഉണ്ട്, മറ്റൊന്നു കൂടിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് സീരീസിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി സൈൻ ടേംസ് ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ദ ഫ്യൂറിയർ സൈൻ സീരീസ് ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ and equal to π/4 minus 2 cos 2x plus etc. That contains only cosine terms only. That means that expression is the Fourier cosine series of the given function. അപ്പോൾ രണ്ട് സീരീസും ഹാഫ് റേഞ്ച് സീരീസും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിന്ന് ഒരു ഡെഡ്യൂസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനുമുണ്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ട് എഫ് ഓഫ് എക്സ് ഫുറിയർ സൈൻ സീരീസ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ ഇൻ്റർവെൽ 0πയിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫുറിയർ സൈൻ സീരീസ് എന്ന് പറയുമ്പോൾ സിഗ്മ ബി എൻ സൈൻ nπx/L ആണ്. അവിടെ ബി എൻ ഈക്വൽ ടു 2/L. ഇവിടെയും എൽ നമുക്ക് ഈ ഫുൾ ഇൻ്റർവെൽ എടുക്കാം. നമ്മുടെ ഫംഗ്ഷൻ -π തൊട്ട് +π വരെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ പോകുന്നത്. ഈ രീതിയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ഹാഫ് റേഞ്ച് സീരീസ് വരുമ്പോൾ നമ്മുടെ ഗീവൺ ഇൻ്റർവെൽ തന്നെ, അല്ലെങ്കിൽ ഗീവൺ ഫംഗ്ഷൻ്റെ ഡൊമൈൻ തന്നെ, നമ്മുടെ ലെന്ത് തന്നെ എല്ലായിട്ട് എടുത്താൽ മതി. സോ L ഈക്വൽ ടു π. മിക്കവാറും L π വരുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ വരികയുള്ളൂ. 2/π ഇൻ്റർവെൽ ഫ്രം 0 to π എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സിന് രണ്ട് പാർട്ടുണ്ട്, എക്സ് എന്ന് പറയുന്ന പാർട്ടും. അപ്പോൾ കോസ് nπx/L. അപ്പോൾ കോസ് nx dx എന്നാവും അപ് ടു π/2 പ്ലസ് 2/π ഇൻറ്റു ഇൻ്റർവെൽ ഫ്രം π/2 to π. ഇവിടെ ഫംഗ്ഷൻ π - x ആണ്.
സൈൻ എൻ എക്സ് ഡി എക്സ് ആണ്. ആ പാർട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കോസൈൻ ബി എൻ എന്നുള്ളത് റിഡ്യൂസ് ചെയ്യുമ്പോൾ ബി എന്നിൻ്റെ വാല്യൂ 4 n square pi sin n pi by 2 അതാണ് ബി എന്നിൻ്റെ വാല്യൂ. ദെൻ ദ ഫുറിയർ സൈൻ സീരീസ് ഈ സിഗ്മ ബി എൻ 4 n square pi sin n pi by 2 sin n by x by L ആണ്. അത് sin n x എന്നാവും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 ഇൻറ്റു ഫസ്റ്റ് ടൈം n = 1 ആകുമ്പോൾ sin pi by 2 വരും. അപ്പോൾ 1 വരും. 1/1 square sin 1x. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് n = 2 ആകുമ്പോൾ 2π/2 വരുമ്പോൾ sin pi ആണ്. അത് 0 ആണ്, ആബ്സെൻ്റ് ആയി പോകും. ദെൻ പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്നത് 3πയിലാണ്. വെൻ n = 3 ആകുമ്പോൾ 1/3 square sin 3x പ്ലസ് 1/5 square sin 5x മൈനസ് എക്സെട്ര. ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻസർ. എഫ് ഓഫ് എക്സിനെ ഈ രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു. ഇനിയുള്ളത് ഫുറിയർ കൊസൈൻ സീരീസ് ആണ്. അപ്പോൾ ഇവിടെ ഡെഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ 1 + 1/3 square പ്ലസ് 1/5 square എക്സെട്ര ആണ്. ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ്ലി നെഗറ്റീവ് പോസിറ്റീവ് ടേംസ് ആണ് സീരീസിലുള്ളത്. പക്ഷേ റിക്വയർഡ് റിസൾട്ടിൽ ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ അടുത്ത സീരീസും കൂടെ ചെക്ക് ചെയ്തിട്ട് അവിടെ എക്സ് 0 ഒക്കെ കൊടുത്താൽ ഇതാണ് റിക്വയർഡ് റിസൾട്ട്. അതിൽ ഈ റിസൾട്ടിലേക്ക് പോകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ ഇതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഞാൻ ഫുറിയർ കൊസൈൻ to prove or to find the Fourier cosine series, we use Fourier cosine series a0/2 plus sigma an cos nx, where an and a0 are corresponding formula ഉണ്ട്. And this equal to f of x ആണ്, since function is continuous in the interval 0 to pi. So f of x equal to എന്ന് എഴുതാം. Now what are coefficients? a0 എന്നുള്ളത് 2/pi into integral from 0 to pi/2 അവിടെ x dx എന്നും പ്ലസ് 2/pi integral from pi/2 to pi x dx എന്നും. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് pi/2. Similarly an equal to 2/pi integral from 0 to pi/2 x into cos nx dx plus 2/pi into integral from pi/2 to pi. സോറി, ഇവിടുത്തെ സെക്കൻഡ് പാർട്ട് a0 എന്ന ഈ പാർട്ട് നമ്മുടെ pi-x ആണ്. ഞാനത് എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. pi-x cos nx dx എന്നുള്ളതാണ്. അത് അല്പം ലെങ്തി ആയിട്ട് ഉള്ള 3-4 സ്റ്റെപ്പ് ഉണ്ട്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് റിസൾട്ട് വന്നിരിക്കുന്നത് 2/pi into 2/n square cos n pi by 2 minus 1/n square minus 1 raised to n/n square എന്നുള്ളതാണ് an വന്നിരിക്കുന്നത്. ദെൻ ദ കറസ്പോണ്ടിങ് ഫുറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാം, കാരണം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഇൻ ദിസ് ഇൻ്റർവെൽ ആണ്. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0/2. a0 pi/2 ആയിരുന്നു. സോ pi/2. അപ്പോൾ pi/4 ബാക്കിയുള്ള ഭാഗം സിഗ്മ an cos nx ആണ്. അത് n = 1 to 3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n = 1 ഈ പാർട്ട് 0 ആയിപ്പോവും. ബാക്കി പാർട്ട് അവിടെ ഉണ്ടാവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് മൈനസ്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 2/pi cos 2x plus 1/3 square cos 6x
പ്ലസ് 1/5 സ്ക്വയർ കോസ് 10x ഉച്ചയ്ക്ക് ഒരു 3-4 ടൈംസ് ചെയ്താൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇതാണ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്. അവിടെ വെൻ നമ്മുടെ ഡെഡ്യൂസ് ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്. അതിൽ 1 + 1/3 സ്ക്വയർ പ്ലസ് എക്സെട്രയാണ്. അതായത് x = 0 കൊടുത്താൽ വി ഗെറ്റ് ഈ പാർട്ട് 0 കൊടുത്താൽ 2/π ഇൻറ്റു 2/π ഇൻറ്റു കോസ് 0 1 പ്ലസ് 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ പ്ലസ് എക്സെട്രയാണ്. ആൻഡ് ഈ പാർട്ട് π/4 മൈനസ് ആ ടേം ഉണ്ട്. അപ്പോൾ ഇത് കൺവേർജിങ് ടു എഫ് ഓഫ് 0 ഈ പോയിന്റിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എഫ് ഓഫ് 0 പ്ലസ് ആണ് ഫങ്ഷൻ എഫ് ഓഫ് 0 എന്നുള്ളത്. അതിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റഡ് ഇതായിരുന്നു ഫങ്ഷൻ. വെൻ 0യിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ ഫങ്ഷൻ 0 വാല്യൂ തന്നെയാണ്. സോ ഈ 0 നമുക്ക് ഇങ്ങനെ എഴുതാം. π/4 = 2/π എന്ന് വരും. അല്ലെങ്കിൽ ഇത് π²/8 ഈക്വൽ ടു π²/8 1 + 1/3 സ്ക്വയർ പ്ലസ് 1/5 സ്ക്വയർ എക്സെട്ര എന്ന് കിട്ടും. ഞാൻ ആ ക്വസ്റ്റ്യനിൽ π³ എന്ന് എഴുതിയിരിക്കുന്നത് ശരിയല്ലേ? ഞാൻ കണ്ട ബുക്കിൽ തന്നെ ഒരു കറക്ഷൻ ഉണ്ട്. π²/8 ഈ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അതൊരു പാർശ്വൽസ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസ്, ഒരു ചെറിയ ടോപ്പിക് കൂടിയുണ്ട്. അത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ എടുക്കും, ഇല്ലെങ്കിൽ അത് ഇല്ല. ഇവിടെ വെച്ച് ക്ലാസ് ഞാൻ നിർത്തുകയാണ്.